ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബ്രെഡും മുട്ടയും വെച്ച് ഒരു ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഭയങ്കര ചീസ് വെക്കുന്നുണ്ട്. അതിരാവിലെ 11 മണിക്ക് എണീറ്റ് പ്രോട്ടീൻ തപ്പി ഞാൻ ചെന്നെത്തിയത് കോഴിക്കോടിന്റെ മുന്നിലാണ്. ആസ് യൂഷ്വൽ കോഴികളൊന്നും മുട്ടയിട്ടിട്ടില്ല. ഉണ്ട ചോർന്ന നന്ദിയില്ലാതെ തെണ്ടികൾ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? മുട്ടയിടാത്തതിന്റെ ശിക്ഷയായി കോഴിയെ ഇരുമ്പിന്റെ ഇരുട്ടുമുറിയിൽ ഞാൻ തളച്ചു. ചെറുതാണെങ്കിലും ഒരു മുട്ടയിൽ 10 ഗ്രാം പ്രോട്ടീനാണുള്ളത്. കോഴി പേടിച്ച് മുട്ടയിട്ട് അത് 3 എണ്ണം, 3 കളർ. അവൾ മുട്ടയിട്ടിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ടേബിൾ നല്ല വൃത്തിയായി തുടച്ചെടുത്തു. 3 മുട്ടയ്ക്ക് ഞാനിവിടെ ഒരു മുഴുത്ത സവാളയും ഒരു ചുവന്ന തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. തട്ടുകടയിൽ ഓംലെറ്റിന് സവാള അരിയുന്നത് പോലെ കുനുകുനാന്നരിഞ്ഞ് മാറ്റി വെക്കുക. സവാളയും തക്കാളിയും കുനുകുനാന്നരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഓംലെറ്റിന്റെ കൺസിസ്റ്റൻസിനെ ബാധിക്കും. ഒരു തക്കാളി താഴെ പോയെങ്കിലും ഞാൻ തളർന്നില്ല. വേറെ തക്കാളി കുനുകുനാന്നരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി നമുക്ക് കോഴിമുട്ട തട്ടിപ്പൊടിച്ചെടുക്കാം. അതിലേക്ക് തുല്യ അളവിൽ കുനുകുനാന്നരിഞ്ഞ സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ് വിതറി അടിച്ച് പതപ്പിച്ച് കലക്കിയെടുക്കാം. നന്നായി ചൂടായ പാനിലേക്ക് തണുത്ത ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 4 ബ്രെഡ് തിരിച്ചും മറിച്ചുമിട്ട് ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. സെയിം പാനിലേക്ക് വീണ്ടും ബട്ടർ ഇട്ട് കലക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ വേവ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഒരു സൈഡ് വെന്തപ്പോൾ ഓംലെറ്റിന്റെ മുകളിലേക്ക് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് വെച്ച് അതിന് മുകളിൽ ചീസിന്റെ സ്ലൈസും വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, ഷെയർ ചെയ്യുക. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണമെടുത്ത് നെടുകെ മുറിച്ച് കഴിച്ചു നോക്കി. ഒന്നും പറയാനില്ല. അടുത്ത ആഴ്ച ഇതേ സമയം ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.